അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ആപ്ലിക്കേഷൻ ഫോം ഇഡെക്സ് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആസ് പെർ പാസ്പോർട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പേര്, സർനെയിം തുടങ്ങിയ കാര്യങ്ങൾ, പാസ്പോർട്ട് നമ്പർ, എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആസ് പെർ പാസ്പോർട്ട് ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2, അക്കോമഡേഷൻ പ്രൂഫ് അറ്റാച്ച് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റേ വരുന്നത്, ഇപ്പോൾ ജർമ്മനിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം കൺട്രിയിൽ തന്നെ കൂടുതൽ സ്റ്റേ വരാനായിട്ട് ശ്രദ്ധിക്കുക. 3, ഇൻറ്റൻഡഡ് സ്റ്റേ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിൽ 89 days ആണ് മാക്സിമം ഇൻറ്റൻഡഡ് സ്റ്റേ വരുന്നത്. 4, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ പ്രൂഫ്സ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സീല്, സിഗ്നേച്ചർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാനായിട്ട് ശ്രമിക്കുക. 5, ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് 30,000 euros കവേർഡ് ആണ് എന്നുള്ള കാര്യം ഇൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ട്രാവൽ ഡേറ്റ്സ് ഈ ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കണം. എംബസി പറഞ്ഞിട്ടുള്ള കമ്പനി ഇൻഷുറൻസുകൾ മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജർമ്മൻ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയുന്നതാണ് ഏതൊക്കെ കമ്പനികളാണ് ഇൻഷുറൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഷെങ്കൻ വിസ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ആൾ.